മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ? പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഇതെന്താ സോളി കാണിക്കുന്നേ? ചേച്ചി ബൾബ് യൂസായി പോയതാ, ഒന്ന് മാറിയിടാം. ഇതിന്റെ മുകളിൽ കയറി വല്ല ഉരുണ്ട് വീഴൂല, താഴെ ഇറക്കും. അങ്ങനെ ഇതേ ആണുങ്ങൾ ആരെങ്കിലും വരുമ്പോ ചെയ്യാം. അതെല്ലാം എങ്ങാനും ഉരുണ്ട് വരണ്ട് താഴെ വീണെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? വരുമ്പോഴത്തേനും ഒരു സമയമാവോ? അതെ, ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് എന്നാന്നറിയോ, സോളീനെ ഒന്ന് ക്ഷണിക്കാൻ വന്ന. നാളെ ഒരു ക്ലാസ് ഉണ്ട്, അതിനെല്ലാവർക്കും കൂടെ നമുക്ക് പങ്കെടുക്കണം. സോളിയുടെ വീടൊക്കെ നല്ല വീടാണല്ലോ. ഞാൻ ആദ്യം വരും കേട്ടോ. ചേച്ചി. സോളി, ഞങ്ങൾ വന്നതെന്നു വെച്ചാൽ നമ്മുടെ സാന്താകാസയില്ലേ, സാന്താകാസയിൽ നാളെ ഒരു നല്ല പ്രോഗ്രാം നടക്കുക. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. കാരണം നമ്മളൊക്കെ റിട്ടയർഡ് ഹാൻഡ്സ് അല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇനിയുള്ള തലമുറ എങ്ങനെയാണ് ഒന്ന് രക്ഷിക്കാൻ പറ്റുന്നത്, ആത്മീയമായിട്ടൊരു ഉണർവ് കൊടുക്കണം നമുക്ക് അവർക്ക്. അപ്പം നമ്മൾക്കും നമ്മുടെ മക്കൾക്ക്, കുഞ്ഞു പിള്ളേർക്കൊന്നും നമുക്ക് ചിലപ്പോൾ അന്ന് കൊടുക്കാൻ പറ്റി കാണില്ല. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും അവർ കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ കൊച്ചുമക്കളില്ലേ, പിന്നെ നാട്ടിൽ എന്തോരം പിള്ളേരാ ഉള്ളത് അല്ലേ. അപ്പം പ്രത്യേകമായിട്ട് വരണം. നാളെ രാവിലെ 10 മണിക്ക് തുടങ്ങും. അപ്പോൾ സോളിയുടെ കൂട്ടുകാരെയും കൂടെ വിളിച്ചുകൊണ്ട് വരണം. നമുക്ക് ഫോണൊക്കെ ഈശോ തന്നിട്ടില്ലേ, അതൊക്കെ ഒന്ന് വിളിച്ച് എല്ലാവരെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക. സാന്താകാസ വന്നിട്ടില്ലേ? എല്ലാ മാസവും സാന്താകാസ ക്ലാസ് ഉള്ളവരും അറിയാമല്ലോ. സോളി വന്നിട്ടുമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? മോളിവിടെ ഉണ്ടോ ഇപ്പം? ഇല്ല, മോള് മോളുടെ വീട്ടിൽ പോയേക്കുവാ അല്ലേ. അപ്പൊ ഈ കുഞ്ഞുവാവുകളും പോയി, എല്ലാരെയും കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. ഈശോയ്ക്ക് വേണ്ടി വേലയുണ്ടേ. സന്തോഷമാണ് അതൊക്കെ. കണ്ടോ? ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈ കേബിള് കണ്ടപ്പോഴാണ് ഞാൻ ഒരു സാധനം കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു സംഗതിയാണേ. ഇതെന്നാന്നറിയാലോ, ബാറ്ററി. ഇത് നമുക്ക് കറണ്ട് പാസ് ചെയ്യണ വയറ് കേബിള്. ഇത് കണ്ടോ, ഇതിപ്പോൾ രണ്ടും രണ്ടായിട്ട് നിൽക്കുമല്ലേ. ഇത് തമ്മിലൊന്ന് കൂട്ടി മുട്ടിക്കുമ്പോൾ ഇത് കണ്ടോ എന്നാ സംഭവിച്ചേ? തെളിഞ്ഞു അല്ലേ. ഇതൊരു ബൾബാ, ഇത് പിള്ളേരുടെയാ അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ വേർപിരിഞ്ഞ് നിന്നാൽ പ്രകാശം വരുന്നില്ല. ഇത് കണ്ടോ, ഇത് കൂട്ടി യോജിച്ചപ്പോൾ പ്രകാശം വന്നത്. ഈ ചെറിയ കേബിൾ ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഈ ബാറ്ററി ആയിട്ട് ഈ കേബിളും ഈ ബൾബും കൂടെ യോജിച്ച് നിൽക്കുമ്പോഴാണ് ഇത് തെളിഞ്ഞത് അല്ലേ. ഇത് മാറ്റിയാലോ? അപ്പോൾ ബാറ്ററി ഉണ്ട്, കേബിൾ വയറുണ്ട്, ബൾബുണ്ട്. പക്ഷേ ഇത് വെവ്വേറെ നിന്നാൽ പ്രകാശം കിട്ടില്ല. അതേസമയം ഇത് കൂട്ടി യോജിപ്പിച്ചാൽ
മൂന്നും ചേർന്നിരിക്കുമ്പോൾ നല്ല പ്രകാശം. ഇതിനൊരു വചനമുണ്ട്, പറയാമോ? ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുന്നു. അപ്പം ജീവൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ അതൊരിക്കലും മങ്ങുകയല്ലാത്ത പ്രകാശം. ഇപ്പം നമ്മൾ ബാറ്ററിയും കേബിളും ബൾബും കൂടെ കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് പ്രകാശം ഉണ്ടായത്, യോജിച്ച് നിന്നപ്പോൾ, അല്ലേ? അതേസമയം ജീവൻ്റെ പ്രകാശം അതെപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കും. എന്ത് ചെയ്താലാ? ഈശോ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ. അപ്പം എൻ്റെ കൂടെ ആയിരിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിലാകുകയില്ല, അവന് എന്നും പ്രകാശമുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഈ പ്രകാശം ഉണ്ട്, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഈശോയുടെ മക്കളല്ലേ. അപ്പം നമ്മളിൽ ഈ പ്രകാശമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ പ്രകാശം എപ്പോഴും ജ്വലിച്ച് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ പ്രകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാന്നാ തോന്നുന്നത്? ഈ പ്രകാശം എന്ന് പറയുന്നുണ്ട്, എന്നാന്നാ തോന്നുന്നത്? ഈശോ പ്രകാശമാണ്. അതായത് നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം പ്രകാശമാണ്, ദൈവം സ്നേഹമാണ്. അപ്പോൾ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. അപ്പം ഈശോ നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കും? നല്ല പ്രകാശത്തിലായിരിക്കും. പ്രകാശത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ നല്ല ചിരിച്ച മോഹമൊക്കെ ആയിട്ട് എപ്പോഴും നല്ല ഉണർവിലായിരിക്കും, സന്തോഷമായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്നാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കുന്നത് ഈ ഉള്ളിലുള്ള പ്രകാശത്തിൻ്റെ അല്ല സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് സമാധാനവും സന്തോഷം. ഈശോ പറഞ്ഞില്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പം ലോകത്തിൻ്റെ പ്രകാശം പോലെ, ലോകത്തിൻ്റെ സമാധാനം പോലെയല്ല ഈശോ തരുന്നത്. ആ സമാധാനം അതെന്നും നമ്മളിൽ നിലനിൽക്കുന്ന സമാധാനമാണ്. ലോകത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തടങ്ങി വരുമ്പോൾ നമുക്ക് ഇച്ചിരി നേരത്തേക്ക് സന്തോഷവും സമാധാനമാണ്. അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ, അല്ലേ ഒന്ന് കിട്ടാതെ വന്നാൽ എന്നാ നമ്മുടെ സ്ഥിതി? നമുക്ക് സന്തോഷം വരികയല്ല, അല്ലേ? ഡെന്നീസിന് എന്നെ സന്തോഷക്കുറവല്ലോ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പം അതേസമയം നമ്മളിലുള്ള ഈ സന്തോഷത്തിന് മങ്ങൽ വരും. എപ്പോഴാണെന്നറിയാം? അതായത് നമ്മളിൽ ഈശോ ഉണ്ട്, നമ്മുടെ ആത്മാവിൽ ഈശോ ഉണ്ട്, നമ്മളിൽ ഈശോ വസിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, നീ എന്നിലും ഞാൻ നിന്നിലും വസിക്കും. കർത്താവിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. നമ്മളിൽ ഈശോ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും? പ്രകാശത്തിൽ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ, ആനന്ദത്തിൽ. പക്ഷേ എപ്പോഴാണ് നമുക്ക് ഈ മങ്ങൽ വരുന്നത്? നമുക്ക് മങ്ങൽ വരും, അല്ലേ? അതെപ്പോഴാണ് വരുന്നത്? നമുക്ക് മങ്ങൽ വരുന്നത് നമ്മളിൽ സന്തോഷമൊക്കെ കുറയും, ചിലപ്പോൾ നിരാശ, അങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നില്ലേ? എപ്പോഴാണ് വരപ്രസാദം കുറയുന്നത്? നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. നമ്മളിലുള്ള വരപ്രസാദം കുറഞ്ഞ് ഈശോ പറഞ്ഞ്, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇച്ചിരി നാളത്തേക്ക് ഞാൻ നിന്നിലുണ്ടായിരിക്കും എന്നല്ലല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം എക്കാലവും ഈശോ നമ്മളിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് സന്തോഷിക്കാനും പറ്റില്ല, ആകപ്പാടെ അസ്വസ്ഥതയും, നമ്മൾ പ്രകാശിതരാകുന്നില്ല? ഈശോ പറഞ്ഞില്ല, എന്നെ നോക്കിയവർ പ്രകാശിതരായി. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈശോ ഇരിക്കുമ്പോൾ നമ്മൾ പ്രകാശിതരാണ്, അല്ലേ? എപ്പോഴും ഉണർവും ഉന്മേഷവും സന്തോഷവും ആനന്ദമായിട്ടേ നമ്മളെ കാണുന്നവർക്കും ആ സന്തോഷമായിരിക്കും. എപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞ് തൂങ്ങിയിരിക്കണ ഒരാളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൂട്ടുകൂടാൻ പോവോ? അവരുടെ കൂടെ കൂടിയാൽ നമുക്കും മ്ലാനതയായിരിക്കും. അതേസമയം എപ്പോഴും നല്ല ജിൽ എന്നും പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ആളുടെ കൂടെ കൂടിയാൽ നമുക്ക് അതൊരു സന്തോഷത്തിനൊരു പ്രചോദനമാകും, അല്ലേ? അപ്പം ഇതുപോലെ ഈശോ നമ്മളിലുണ്ട്. ഈശോ എപ്പോഴും സ്നേഹമാണ്. ആ ഈശോ നമ്മളിലുള്ളപ്പം എന്തുകൊണ്ട് നമുക്കങ്ങനെ മങ്ങൽ വരുന്നു? അത് ഞാൻ നോക്കട്ടെ. ഈ ടേബിൾ ലാമ്പ് വെച്ച് ഞാനത് കാണിച്ചു തരാം. കാരണം ഇപ്പം പറഞ്ഞാലൊന്നും ശരിയാവില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇത് പിള്ളേർ ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലേ? അതെ അതെ. ഇതുണ്ട്, ഈ ടേബിൾ ലാമ്പ് നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്തത് തെളിയും, അല്ലേ? ഇതിപ്പോൾ തെളിഞ്ഞിരിക്കുമല്ലേ? ഇപ്പം തെളിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടും. പ്രകാശം കൊണ്ട് വായിക്കാം, എഴുതാം, എല്ലാം ചെയ്യാം. ഇനി ഇത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മറയ്ക്കാൻ പോവുക. അതായത് ഇത് എഴുതിയിട്ടിരിക്കുന്നത് സുഖലോലുപത. ഈ സുഖലോലുപത നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ ഉള്ളിൽ ഈശോ പ്രകാശമായിട്ട് നിൽപ്പുണ്ട്.
നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിൽ ഈശോ ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ്, ശരീരം, നമുക്ക് 3 തട്ടുകളുണ്ടല്ലോ, അറിയത്തില്ലേ? നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ആത്മാവിൽ ഈശോ ജ്വലിച്ച് നിൽപ്പുണ്ട്, ആത്മാവുമായി ലയിച്ച് നിൽപ്പുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സും ശരീരവും കൂടി അതിനോട് ചേർന്ന് പ്രവർത്തിക്കണം. അപ്പം നമ്മുടെ മനസ്സിനെ കീഴടക്കണം. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് വേണം അതിനെ കീഴടക്കിയെടുക്കാൻ. ഇത് സുഖലോലുപത, ഇത് ഞാനിങ്ങനെ മറയ്ക്കാൻ പോവുക. അപ്പോൾ ഇത് തെളിഞ്ഞ് നിൽക്കുക ഇവിടെ, ഇത് ഇരിക്കുന്നു. പിന്നെ മദ്യാസക്തി, ഇനി ജീവിത വ്യഗ്രത. ഇപ്പം മങ്ങി വരുന്നില്ലേ? ആ തെളിഞ്ഞു നിന്ന ഇത് മങ്ങുക. ഇതെന്താ? വിദ്വേഷം, വിഗ്രഹാരാധന. ഇതെല്ലാം ജഡികാസക്തികളാട്ടോ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെന്നതാ? കോപം, അസൂയ. ഇത്രയും വെച്ചപ്പോൾ കണ്ടോ ആ പ്രകാശം ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഒട്ടുമില്ല. ഉണ്ടോ? പ്രകാശം ഇല്ലല്ലോ. ഉറപ്പായോ? കണ്ടോ എല്ലാവരും? ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുവാണോ ഓഫായിട്ടിരിക്കുവാണോ? ആ, ലൈറ്റ് ഓണാ അല്ലേ? ലൈറ്റ് ഓൺ ചെയ്തിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. അതിപ്രകാശമുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കൂടെ വന്ന് അതിനെ എന്ത് ചെയ്തു? ഈ പേപ്പർ ഇതിനെ മൂടിക്കളഞ്ഞു. മൂടിയപ്പോൾ പ്രകാശം പുറത്തേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. എന്തുണ്ട്? സത്യമായിട്ട് എന്തുണ്ട്? പ്രകാശം ഇവിടെ തെളിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ അതിനെ മറയ്ക്കുകയാണ്. ഈ പേപ്പർ കൊണ്ട് ഞാൻ മറച്ചപ്പം ഇത് പ്ലെയിൻ പേപ്പർ, ഇതിലൊന്നും എഴുതിയിട്ടില്ലേലും ഇത് മറച്ചാൽ ഇങ്ങനെ ആ പ്രകാശം അങ്ങ് പോകും. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. പക്ഷേ ആ ഈശോ ആകുന്ന പ്രകാശം, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും നമുക്ക് പ്രകാശിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകത്തിൻ്റെ വ്യഗ്രത, മദ്യാസക്തി, അല്ലെങ്കിൽ നമ്മൾ 5:19 ഗലാത്തി വായിക്കുകയല്ലേ, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, അസൂയ, കോപം, വിഗ്രഹാരാധന, വിചാരം, അങ്ങനെ എല്ലാം ആയിട്ടുള്ള ജഡത്തിൻ്റേതായ ആ തിന്മയുടെ മേഖലകൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലേക്കും ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറയ്ക്കപ്പെട്ടിരിക്കുക. എങ്ങനെ? ഈശോയുടെ പ്രകാശം, ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്, ആ സ്ഥാനത്ത് അവിടെ ഉണ്ടത്. പക്ഷേ അത് പുറത്തേക്ക് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്നത് നമ്മളിലുള്ള മനസ്സിൻ്റെ അല്ല ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ അതിനെ മറയ്ക്കപ്പെട്ടിരിക്കുക. ഈശോയുടെ ശക്തിക്കോ ഈശോയുടെ സ്നേഹത്തിനോ ഈശോയുടെ പ്രകാശത്തിനോ ഒന്നിനും കുറവില്ല. പക്ഷെ മറച്ചിരിക്കുന്നു അത്. ഇപ്പം നമ്മൾ പറയല്ലേ, സൂര്യൻ അസ്തമിച്ചു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ എന്നാ ചെയ്യണേ? സൂര്യൻ അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ പറയണത് അല്ലേ? അതിൻ്റെ അർത്ഥം എന്നാ? സൂര്യൻ അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ പറയണത്. നമ്മളൊക്കെ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഇരുട്ടാകുമ്പോൾ നമ്മൾ പറയും സൂര്യൻ അസ്തമിച്ചു എന്ന് പറയും. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നില്ലേ? സൂര്യൻ അസ്തമിക്കുന്നില്ല. നമ്മൾ പറയുന്നത് സൂര്യൻ അസ്തമിച്ചു, രാത്രിയായി. പക്ഷെ സൂര്യനെ മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്, പിന്നെ സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലേ? അപ്പം ഭൂമിയുടെ ഒരു ഭാഗം സൂര്യൻ അഭിമുഖമായിട്ട് വരുമ്പോൾ അവിടെ പ്രകാശമുണ്ട്. പക്ഷെ അത് മറഞ്ഞിട്ട് അപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ സൂര്യൻ്റെ മുമ്പിൽ മറവായി വരുന്നു. അപ്പം നമുക്ക് പ്രകാശം കിട്ടുന്നില്ല. സൂര്യൻ യഥാസ്ഥാനത്ത് അവിടെയുണ്ട്. നമ്മൾ പറയുന്നത് സൂര്യൻ അസ്തമിച്ചു, അതുകൊണ്ട് ഇരുട്ടായി. നമ്മുടെ പിള്ളേരും ഒക്കെ അങ്ങനെ പറയണേ, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ട് വന്നു. പക്ഷേ സൂര്യന് ഒരു കുഴപ്പമില്ല. സൂര്യൻ ആ പ്രകാശരശ്മികൾ സൂര്യൻ ഇങ്ങനെ സദാ തന്നുകൊണ്ടിരിക്കുക നമുക്ക്. സൂര്യൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മുമ്പിലൊരു മറവ് വരുന്നത് കൊണ്ടാണ് ഭൂമിയിൽ അന്ധകാരം അല്ല ഇരുട്ട് വ്യാപിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവ് പറഞ്ഞില്ലേ, വചനത്തിൽ നമ്മൾ വായിക്കുന്നതല്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. അപ്പം നമ്മളിൽ ഈശോയുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈശോ കുരിശുമരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിലുണ്ട് ഈശോ.
പക്ഷെ നമ്മൾ തിരിച്ചറിയണം നമ്മളിലുള്ള ഈശോയെ, ആ സ്നേഹത്തെ, ആ ശക്തിയെ, ആ പ്രകാശത്തെ നമ്മുടെ മനസ്സിലും ശരീരത്തിലുമുള്ള മാലിന്യങ്ങൾ കൊണ്ട്, അല്ലെ തിന്മയുടെ സ്വാധീനം കൊണ്ട് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ മറയ്ക്കുമല്ല, അവിടുന്ന് വരുന്ന ആ പ്രകാശത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സിലൂടെ ശരീരത്തിലൂടെ പുറത്തേക്ക് ഒഴുകേണ്ടുന്ന ആ സ്നേഹം, ആ ശക്തി മറയ്ക്കപ്പെട്ടു. അത് ഈശോയുടെ കുഴപ്പമല്ല, ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കുഴപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ നമ്മൾ ഓർക്കുകയല്ലേ ഈ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലൂടെ ശരീരത്തിൻ്റെ ഹോൾ ബോഡിയിൽ വരണം അല്ലേ, വരുമ്പോഴാണ് എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു നോർമലി എല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി ആയിരിക്കുന്നു എന്നുള്ള അവസ്ഥ. പക്ഷേ ഈ രക്തധമനികളിൽ ഈ ബ്ലഡിൻ്റെ ഫ്ലോയ്ക്ക് ബ്ലോക്ക് വരും. ഈ ബ്ലോക്ക് വരിക എന്ന് പറയുമ്പോൾ രക്തം കട്ടയായിട്ട് ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. അപ്പോൾ അവിടെ കട്ടയായിട്ട് മറവ് വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റണില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവിടെ കട്ട് ചെയ്യും അല്ലേ, കട്ട് ചെയ്തിട്ട് ആ ബ്ലോക്ക് എടുത്ത് മാറ്റി, അതിപ്പം സർജറി ചെയ്യും. അങ്ങനെ സ്റ്റെൻറ്റ് ഇടും, എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അതൊക്കെ ഇട്ട് വീണ്ടും ആ ഒഴുക്കിനെ ഫ്ലോ ആക്കുവാണ്. ആ ഒഴുക്കിനെ തടസ്സമില്ലാത്ത രീതിയിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടി നമുക്ക് ഭയങ്കരമായ പെയിൻ ഉണ്ടായി പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് ഹൃദയമുണ്ട്, രക്തമുണ്ട്, രക്തധമനികളുണ്ട്, എല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല. ഫങ്ഷൻ ചെയ്യാത്തതിൻ്റെ കാരണം അവിടെ ഒരു ബ്ലോക്ക് വന്നു. ആ ബ്ലോക്ക് വന്നതാണ് ഫങ്ഷൻ ചെയ്യാത്തത്. സംഗതി എല്ലാം ഉണ്ട്, ഹൃദയമുണ്ട്, രക്തധമനിയുണ്ട്, രക്തമുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. പക്ഷേ ആ ബ്ലോക്ക് വന്നതുകൊണ്ട് ഈ നമുക്ക് ആവശ്യമായ രക്തം നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല. അവിടെ അത് വന്നതുകൊണ്ട് പ്രശ്നമായി. അപ്പം ഇതുപോലെ എല്ലാം ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്. പക്ഷെ നമുക്കതിനെ ആ സ്നേഹം പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മളിലുള്ള ചിന്തകൾ അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:2 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പിന്നെ എന്ത് ചെയ്യണം? പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി, അതാണ് മനസ്സിൻ്റെ നവീകരണം. അപ്പോൾ നമ്മുടെ രൂപാന്തരപ്പെടണം. അപ്പം മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ആത്മാവിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മനസ്സിലൂടെ വന്ന് ശരീരത്തിലൂടെ ആക്ഷനിലൂടെ അത് പുറത്തു വരണം അല്ലേ. സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം അല്ലെ, സന്തോഷത്തിൻ്റെ പ്രകടനം, സമാധാനത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈശോ നമ്മളിലുള്ളത്. പക്ഷേ നമുക്ക് ഈശോയുടെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് മനസ്സും നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ എന്ത് ശരിയാണ്? മനസ്സ് രൂപാന്തരപ്പെടുത്തണം. അപ്പം മനസ്സ് രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് ശരീരത്തിലൂടെ അതിൻ്റെ ആ ഫലം നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ വചനം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, 2 യോഹന്നാൻ 6 പറയേണ്ടത് ഇതാണ് സ്നേഹം. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്, ഈശോ സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം, ഈശോയോടുള്ള ആ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതാണ്. അപ്പോൾ ഈ സ്നേഹം ആത്മാവിൽ നിറഞ്ഞു. ഈ ആത്മാവിൽ നിറഞ്ഞ സ്നേഹം നമ്മുടെ മനസ്സിലൂടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരണം. അപ്പോൾ അതിനാണ് നമ്മളെ സൃഷ്ടിച്ചിങ്ങ് വിട്ട് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ വെച്ച് തന്നിട്ടുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതം നമ്മൾ നയിക്കുന്നു. പക്ഷേ നമുക്ക് ആക്ഷൻ വരുന്ന പ്രവൃത്തിയിലെത്തിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അല്ലെ നമ്മുടെ മക്കളെ അതുപോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അവരും വിശ്വാസികളാണെന്ന് പറഞ്ഞാലും ഈശോ പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 14:21 പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നാ. വചനം കേൾക്കും എന്നല്ല, വചനം പറയുന്നതല്ല, വചനം പാലിക്കും. പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹം, നമ്മുടെ ഉള്ളിലത്തെ സ്നേഹം നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് അത് നമ്മുടെ ശരീരത്തിലൂടെ
പുറത്തേക്ക് കാണിക്കണം. ആ സ്നേഹം ആക്ഷനാണ്, അത് ചെയ്തേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വചനം നമ്മൾ ഇതാണ് സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം. അത് സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് സ്നേഹം. അപ്പം നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും നല്ലത് പറഞ്ഞു, പക്ഷെ നമുക്ക് ആരെങ്കിലും നമ്മളെ ഒരു ദേഷ്യപ്പെട്ട് പറയുന്നു, അല്ലെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ഉടനെ നമ്മുടെ മുഖം കറക്കും അല്ലേ? അന്നേരം നമ്മുടെ ഉള്ളിൽ ഈശോ പ്രകാശമായിട്ട് ഇരിക്കണുണ്ടോ? ഉണ്ട്. ഈശോ പ്രകാശമായിട്ട് ഉള്ളിലുണ്ട്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് മുഖം കറുത്തു, നമ്മുടെ മനസ്സ് ഇരുണ്ടു. അത് ഇരുണ്ടപ്പം നമ്മുടെ ശരീരം അത് മുഖത്ത് കാണിച്ചു. ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖം. അപ്പം നമ്മുടെ മനസ്സിൽ അവരോട് ദേഷ്യം വന്നു, വെറുപ്പ് വന്നു, അസൂയ വന്നു. അപ്പം അത് മനസ്സിലാദ്യം ഉണ്ടായത്. പക്ഷെ അത് എവിടെ പ്രകടിപ്പിച്ചു? മുഖത്തും കാണിച്ചു, പെരുമാറ്റത്തിലും കാണിച്ചു. അവർ നമ്മുടെ അടുത്തോടെ വന്നാൽ നമ്മൾ വഴിമാറിപ്പോവും അല്ലേ? അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് നാത്തും വിളിക്കുക, നമുക്ക് അവരോട് ഇച്ചിരി പിണക്കമുണ്ടെങ്കിലോ ആ വഴിക്കേ പോവുകയില്ല അല്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പം നമ്മുടെ ഉള്ളിൽ വന്നതിനെ, പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആര് നമ്മുടെ എവിടെയുണ്ട്? ഉള്ളിൽ ഈശോ ഉണ്ട്. ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവം പ്രകാശമാണ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആ ബാറ്ററിയും ആ കേബിളും ബൾബും കൂടെ ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നപ്പോഴാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈശോയും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും കൂടെ ചേർന്ന് ഒന്നായിട്ട് ഐക്യത്തിൽ ഒന്നായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസവും ഇല്ല. ഈ നാത്തൂനോ ആരെങ്കിലും നമ്മളെ എന്നാ പറഞ്ഞാലും നമുക്കൊന്നും തോന്നുകയില്ല. നമുക്ക് അവരോട് സ്നേഹം തോന്നും. കാരണം ഈശോ എങ്ങനെയല്ല, ഈശോ എന്തെല്ലാം രീതി പീഡിപ്പിച്ചു, വേദനിപ്പിച്ചു. ഈശോ അവരെല്ലാം നോക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയല്ലോ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പറഞ്ഞാണ് ഈശോ സ്നേഹം പ്രകടമാക്കി തന്നു. കുരിശിൽ ആ സ്നേഹം കാണിച്ചു തന്നു. ഇപ്പോൾ ഈ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമല്ലേ അല്ലേ? അത് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ഓഫാക്കി എടുക്കണം അല്ലേ? പിന്നെ എപ്പോഴാണ് തിരിച്ചു കുത്തുന്ന ചാർജ് ചെയ്യണേ? ചാർജ് തീരുമ്പോൾ അല്ലേ? അപ്പം ഇതുപോലെ അല്ല, നമുക്ക് മൊബൈൽ ഇപ്പോൾ ചാർജ് ചെയ്ത് വെച്ചു, അത് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു, എന്നിട്ട് അത് തീരാറായല്ല, തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുത്തും. ഇതുപോലെയല്ല, ഈശോയുടെ ചാർജ് തീർന്നു പോകുന്നില്ല. ഈശോ നമ്മളിൽ എന്നും നീതി സൂര്യനായിട്ട് ഉദിച്ചു നിൽക്കുന്ന ഈശോയാണ് നമ്മുടെ ഈശോ. ഈശോ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് തീരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മാനസിക ചിന്തകളും നമ്മുടേതായ വൈകാര്യ തലങ്ങളും ജഡികമായ ആസക്തികളിലൂടെയും നമ്മൾ മറക്കപ്പെടുകയാണ്. ഈശോയുടെ ആ സ്നേഹവും പ്രകാശവും നമ്മളായിട്ട് നമ്മുടെ പ്രവൃത്തികളിലൂടെ മനസ്സിൻ്റെ ചിന്തകളിലൂടെ എല്ലാം നമ്മളതിനെ മറക്കപ്പെടുക. അങ്ങനെയാണ് വരുന്നത്. അപ്പം ചാർജ് ഫുള്ളാണ്, അപ്പോൾ നല്ലതായിട്ടൊക്കെ മൊബൈലിൽ സംസാരിച്ചു, പ്രവൃത്തിയൊക്കെ ചെയ്ത്, അങ്ങനെയല്ല. ഈശോ എപ്പോഴും നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോ നമ്മളിലുണ്ട്. അപ്പം ഇത് നമ്മുടെ മക്കൾക്ക് ഇപ്പം ഒത്തിരി പിള്ളേർക്ക് നിരാശയുണ്ട്. ആരും ഇല്ലേ, കൂടെ ഇല്ലേ എന്നൊക്കെയുള്ളൊരു, അതുപോലെ എന്തെങ്കിലും ഒരു അപകടസന്ധി വരുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് പിള്ളേർക്ക് ഭയമുണ്ട്. പരീക്ഷ എടുക്കുമ്പോഴൊക്കെ എന്തിനാ പരീക്ഷ എടുക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ആര് കൂടെയുണ്ട്? ഈശോ കൂടെയുണ്ട്. ഈ ഭയം എവിടുന്ന് വന്നതാ? സാത്താൻ്റെതാണ്. സാത്താൻ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ മനസ്സിലും ശരീരത്തിലും പ്രവർത്തിക്കുക. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ആരുള്ളിലുണ്ട്? ഈശോ ഉള്ളിലുണ്ട്. അപ്പം ആ ഒരു ബോധ്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. കൊച്ചുമക്കൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് പരീക്ഷയൊക്കെ എടുക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിക്കൊക്കെ പോകുന്നു, പ്രശ്നമാണ്. അപ്പം നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് അവർക്ക് കൊടുക്കേണ്ടത് ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. മൊബൈലിൻ്റെ ചാർജ് തീരുന്ന പോലെ ഈശോയുടെ ശക്തിയൊന്നും ചോർന്നു പോകുന്നില്ല. നമുക്കങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ആ മാനസിക ചിന്തകളും ശാരീരിക തലത്തിലുള്ള പ്രവണതകളും കൊണ്ട് നമ്മളതിനെ മറക്കപ്പെട്ട് വെച്ചിരിക്കുക. യെശയ്യാ 59:1 പറയുന്നത്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പിന്നെ നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു അല്ലേ? ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതിനാ നിൻ്റെ പ്രാർത്ഥന എൻ്റെ സന്നി. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വന്നു, ഒരു തടസ്സം വന്നിരിക്കുന്നതാണ്. അതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഈ പുസ്തകമൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു വചനം അതിനകത്തുണ്ട്, സ്വാതന്ത്ര്യം മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിയാക്കുന്നു, അവ എത്രമാത്രം സ്വമനസ്സാ ചെയ്യപ്പെട്ടവയാകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത്. സുഹൃത്തത്തിലുള്ള പുരോഗതി, നന്മയെപ്പറ്റിയുള്ള അറിവ്, തപസ് എന്നിവ
മനസ്സിന് അതിൻ്റെ പ്രവർത്തികളുടെ മേലുള്ള അതീശത്വം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടണം. അതുകൊണ്ടാണ് ആ മനസ്സ് രൂപാന്തരപ്പെടുന്നതിൻ്റെ അവസ്ഥ അനുസരിച്ച് ശരീരം അതനുസരിച്ച് നമ്മുടെ മനസ്സ് സമ്മതമാണെങ്കിലല്ലേ നമ്മൾ എന്തിനെങ്കിലും പോവുകയും വർത്താനം പറയുകയും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 11:35 നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഇങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മളിൽ വെളിച്ചമുണ്ട്, പക്ഷെ ആ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവും ഇല്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ, അതായത് ഇരുളടഞ്ഞ ഒരു ഭാഗവും ഇല്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിപ്പം നമ്മളിനി ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ കൂടിയിട്ട് നമ്മുടെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളിത് മനസ്സിലാക്കണ്ടേ. നമ്മളിപ്പോൾ റിട്ടയർഡായി ഇനി നമ്മൾ ചുമ്മാ ഇരുന്ന് വിശ്രമിക്കാനല്ല. അപ്പം നമുക്ക് ഒത്തിരി ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മളിത് തിരിച്ചറിയുക. കാരണം നമ്മുടെ പിള്ളേരൊന്നും വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തി ഇങ്ങനെയൊക്കെ 2-3 കേബിളും ബൾബും സ്വിച്ചും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കാണിക്കുകയാണെങ്കിൽ അതുങ്ങൾ ഇച്ചിരി നേരം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തു ഇതിനെ ധരിക്കണം. യേശുവിനെ നമ്മൾ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താ? നമ്മുടെ ഈശോ ഉള്ളിലുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ഇത് തീരുമാനം എടുക്കുക മക്കൾക്ക് കൂടെ. പിന്നെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇതിലാകണം. നമ്മളിതിലായിട്ട് അത് നമ്മുടെ മക്കളിലേക്ക് പകരപ്പെടുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ കണ്ടു വേണം നമ്മുടെ മക്കൾ. കാരണം പിള്ളേരെ ഇപ്പോൾ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല, അടിച്ചു നന്നാക്കാൻ പറ്റില്ല. അവരുടെ ശ്രദ്ധ തിരിച്ച് പിടിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ക്രിയേറ്റിവിറ്റീസ് കൂടെ നമ്മൾ അവരെ കാണിച്ചു കൊടുത്തിട്ട് അതിനകത്തൂടെ അവരുടെ മനസ്സിനെ നമ്മൾ തിരിച്ച് പിടിക്കാൻ അവർക്കറിയാം. അവരൊക്കെ നല്ല പിള്ളേരാണ്. പക്ഷേ കുറച്ചുകൂടെ ആ ഈശോ പറഞ്ഞില്ലേ, പിതാവായ ദൈവത്തെയും ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം നമ്മുടെ മക്കളെ ആ നിത്യജീവനിലേക്ക്, ആ അറിവിലേക്ക് നമുക്ക് നയിക്കണം. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സൊക്കെയാണ് സോളി നമ്മുടെ സാന്താക്ലാസിൽ ഇപ്പം പുതിയ രീതിയിൽ ഇങ്ങനെയൊക്കെ വചനം പഠിപ്പിക്കാം. നമുക്ക് എങ്ങനെ അമ്മമാർക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒത്തിരി മനസ്സിലാക്കാം. കാരണം എല്ലാ മാസവും ഉണ്ട്. അപ്പം അതുകൊണ്ട് വന്ന അമ്മമാർ അതിനകത്ത് പങ്കെടുത്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കൾക്കും അടുത്തുള്ള വീട്ടിലുള്ളവർക്കും ഒക്കെ നമ്മൾ മറ്റേ ബൈബിൾ എടുത്തു വെച്ച് വായിക്കാൻ മക്കളെ, പഠിക്കാൻ മക്കളെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം വരില്ല. ഇപ്പോൾ ഇങ്ങനെ വല്ല അപ്പം മൊബൈൽ ഫോണിനകത്ത് നമുക്ക് ബൈബിളിൻ്റെ വചനം കയറ്റിയിടാം. പിന്നെ ചാർജ് കുത്തുന്ന മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്ത് പറയാം, മക്കളെ ഇങ്ങനെ ചാർജ് കുത്തുന്ന പോലെ അല്ല, ചാർജ് തീരില്ല. ഈശോ ആകുന്ന ആ പ്രകാശം അല്ലെ ഒരിക്കലും ആ ശക്തി നമുക്ക് ചോർന്നു പോകുന്നില്ല. അത് ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളാണ് അതിനെ, നമ്മുടെ പ്രവൃത്തി ഇതുകൊണ്ടാണ് അത് മറയ്ക്കപ്പെടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ആ ബോധ്യം ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഈ നിരാശയല്ലേ മറ്റു ചില കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇനി അടുത്ത അപ്പോൾ ഞങ്ങളെന്നാൽ ഇറങ്ങിക്കോട്ടെ, 2-3 വീടുകളിൽ കയറണം. അതാണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നത്.